ജിമെയിൽ ആരംഭിച്ച് 22 വർഷങ്ങൾ പിന്നിടുമ്പോൾ അന്ന് കൗമാരപ്രായത്തിൽ നമ്മൾ നൽകിയ കൂൾ ബോയ്, പോപ്സിൻ, സ്മോക്കി തുടങ്ങിയ തമാശ രൂപേണയുള്ള ഐഡികൾ ഇന്ന് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേട് ചെറുതല്ല. ഈ പ്രശ്നത്തിന് പരിഹാരവുമായി ഗൂഗിൾ ഇപ്പോൾ തങ്ങളുടെ പുതിയ ഫീച്ചർ ആഗോളതലത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പഴയ ഇമെയിൽ ഐ ഡി എങ്ങനെ റീനെയിം ചെയ്യാം എന്ന് നോക്കാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈൽ ആപ്പിലോ ഗൂഗിൾ അക്കൗണ്ട് പേജ് തുറക്കുക. മുകളിൽ വലതുവശത്തുള്ള അക്കൗണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നത് തിരഞ്ഞെടുക്കുക. തുടർന്ന് പേഴ്സണൽ ഇൻഫോ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ എന്ന ഓപ്ഷൻ കണ്ടെത്തുക. അവിടെ ചേഞ്ച് ഗൂഗിൾ അക്കൗണ്ട് ഇമെയിൽ എന്ന ഓപ്ഷൻ കാണാം. നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ഫീച്ചർ ലഭ്യമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ കാണാനാവുക. പുതിയ ഇമെയിൽ ഐ ഡി നൽകി സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ശ്രദ്ധിക്കേണ്ട നിബന്ധനകൾ: ഐ ഡി മാറ്റാൻ സാധിക്കുമെങ്കിലും ചില കർശനമായ നിബന്ധനകൾ ഗൂഗിൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ ഉപയോഗത്തിലുള്ള മറ്റൊരു ഇമെയിൽ വിലാസമോ മുൻപ് ആരെങ്കിലും ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത വിലാസമോ നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല. 1 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഐ ഡി മാറ്റാൻ സാധിക്കൂ. ആകെ 3 തവണ മാത്രമേ ഇത്തരത്തിൽ മാറ്റം വരുത്താൻ അനുവാദമുള്ളൂ. നിങ്ങളുടെ പഴയ ഐ ഡി നഷ്ടമാകില്ല. അതൊരു ഓൾട്ടർനേറ്റ് അഡ്രസ്സായി അക്കൗണ്ടിൽ നിലനിൽക്കും. അതിനാൽ പഴയ ഐ ഡിയിലേക്ക് വരുന്ന ഇമെയിലുകൾ ഇപ്പോഴും നിങ്ങളുടെ ഇൻബോക്സിൽ തന്നെ ലഭിക്കും. പുതിയ ഐ ഡിയിലേക്ക് മാറുമ്പോൾ ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന് ഗൂഗിൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യൂട്യൂബ്, ഗൂഗിൾ ഡോക്സ് എന്നിവയിൽ ലോഗിൻ ചെയ്യാൻ പുതിയ ഐ ഡി ഉപയോഗിക്കാമെങ്കിലും ചില തേർഡ് പാർട്ടി ആപ്പുകൾക്കും വെബ്സൈറ്റുകൾക്കും പുതിയ ഐ ഡി തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. ക്രോംബുക്ക് ഉപയോഗിക്കുന്നവർക്കും തുടക്കത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇത് പരിഹരിക്കപ്പെടും. ചുരുക്കത്തിൽ, പഴയ ഇമെയിൽ വിലാസത്തിൻ്റെ പേരിൽ ഇനി ആർക്കും നാണക്കേട് കൊണ്ട് തല താഴ്ത്തേണ്ടി വരില്ല.